തമാശയായിട്ട് കാണാം. അവരെ പേരും ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ഇനി ആർക്കെങ്കിലും ആ വ്യക്തിയോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെ പോലും നിരാശരാക്കുന്ന അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചിട്ടുള്ളത്. എല്ലാ UDFന്റെ വൻ വിജയം ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായി. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വൻ ഭൂരിപക്ഷം കൂടുതൽ വോട്ടുകൾ, കൂടുതൽ സ്ഥാനങ്ങൾ നേടിക്കൊണ്ട് UDFന്റെ പ്രതിനിധികൾ ജയിച്ചു. എല്ലാ പ്രതിനിധികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തെരഞ്ഞെടുത്ത മുഴുവൻ കൗൺസിലർമാർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. നല്ല ഭരണം കാഴ്ചവെക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. UDFന്റെ തിളക്കമാർന്ന വിജയത്തിന്റെ ഇടയിൽ ഈ തൃശ്ശൂർ ഒരു തന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി മാധ്യമ വാർത്തകൾ വരുന്നു. അത്തരത്തിൽ UDF ആലോചന നടക്കുന്നുണ്ടോ? അത് UDFന്റെ യോഗം ചേർന്നു. KPCCയുടെ ക്യാമ്പ് ബത്തേരിയിൽ 4-5 തീയതികളിലുണ്ട്. ഞങ്ങൾ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. UDF വലിയ വിജയം നേടുകയാണ്. പക്ഷേ തൃശ്ശൂർ നഗരസഭയിൽ പണപ്പെട്ടി കൊടുത്ത് മേയർ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നൊക്കെയാണ് ഒരു ആരോപണം UDF കൗൺസിലറുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പേയ്മെന്റ് സീറ്റാണെന്നാണ് പറയുന്നത്. ആണോ? തമാശയായിട്ട് കാണാം. അവരെ പേരും ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ഇനി ആർക്കെങ്കിലും ആ വ്യക്തിയോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെ പോലും നിരാശരാക്കുന്ന അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ KPCCയുടെ ആലോചനയോട് കൂടിയിട്ടല്ല അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത് തൃശ്ശൂരിൽ? അല്ലല്ല, എല്ലാം അവിടെ തന്നെ ആലോചിച്ച് തീരുമാനിക്കും. ഇവർക്കൊക്കെ ആ തൃശ്ശൂരിലെ പ്രാദേശികമായിട്ടൊന്നും അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ മിനിമോഡിലേക്ക് പേരെത്തിയത് എന്നുള്ള രാഷ്ട്രീയമാണ് പറയുന്നത്. ഒക്കെ DCC പ്രസിഡന്റ് ഉത്തരം പറയും. പാർട്ടിയെ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞത് വലിയ രീതിയിലുള്ള അച്ചടക്ക ലംഘനമല്ലേ? അത് ഗൗരവത്തിൽ തന്നെ കാണും.